ഹലോ ഗൈസ്, ഇന്നും ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാകും ഈ പെണ്ണിന് വേറെ ജോലിയൊന്നുമില്ലേ, ഇപ്പോൾ ഈയിടെയായിട്ട് ഈ പെണ്ണിന് തെണ്ടൽ മാത്രമേ ഉള്ളൂ എന്ന്. ഇതിപ്പോൾ നിങ്ങൾ പറയണ്ട കേട്ടോ, എൻ്റെ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്. വേറെ ഒന്നുമില്ല ഗൈസ്, ഈ ഒരു 2 മാസം ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. കാരണം നല്ല രസമായിരുന്നു. മെയ് ജൂൺ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും പ്രിയപ്പെട്ട മാസങ്ങളാണ്. ഒന്ന് മെയ് എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങൾ. പിന്നെ ജൂൺ എന്ന് പറയുന്നത് ഞങ്ങളെ പള്ളിത്തിരുന്നാളാണ് കേട്ടോ. ഇനി അടുത്ത ആഴ്ചയിലാണ് ഞങ്ങളെ പള്ളിത്തിരുന്നാൾ വരുന്നത്. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. പിന്നെ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ഞാനല്ലേ ഉള്ളൂ. പിന്നെ എൻ്റെ എന്താവശ്യത്തിനും ഇവരെ വിളിച്ചാൽ ഇവർ വരും കേട്ടോ. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഞാനല്ലാതെ പിന്നെ ആര് പോവാനാ. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് വിരാസത്തിലാണ്. അവിടെ ചേച്ചിക്ക് കുറച്ച് മെറ്റീരിയലിന് വേണ്ടിയിട്ട് ലൈനിങ് എടുക്കണമായിരുന്നു. അതൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കോൺവെൻറ്റ് റോഡിലുള്ള ഒരു ഫാൻസി ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ ചേച്ചി അത് നോക്കണ സമയത്ത് ഞാൻ വെറുതെ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വരും വഴിയാണെങ്കിൽ ഇങ്ങനെ ബംഗാളി അണ്ണൻ്റെ കയ്യിൽ കുറച്ച് ജുമുക്ക സെറ്റും അങ്ങനെ കമ്മലിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ പൊട്ടക്കണ്ണ് കേട്ടോ. ഞാൻ അതിൽ ചെറിയ ചെറിയ ജുമുക്ക സെറ്റൊന്നും കണ്ടില്ല ഗൈസ്. ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ. പിന്നെ ഞങ്ങൾ ചന്തയ്ക്കകത്തൊക്കെ ഇറങ്ങി കുറച്ച് സ്ലൈഡും പൊട്ടുമൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾക്ക് സ്കാർഫ് ഒന്ന് വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാമേന്ദ്ര വന്നതാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച സ്കാർഫ് വിട്ടു, ബാക്കി എല്ലാ കളറും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ അലങ്ങിയോണ്ട് നടന്ന്, വേറെ പണിയൊന്നുമില്ലല്ലോ, നോക്കുന്നതിന് പൈസ കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ സാരി കളക്ഷൻസും അങ്ങനെയൊക്കെ പോയ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിങ്ങനെ കാണാൻ എന്ത് നല്ല ഭംഗിയല്ലേ. പിന്നെ കുപ്പിവളകൾ, പിന്നെ ചെരുപ്പ്, ഇതൊക്കെ എനിക്ക് ക്രഷ് അടിച്ച ചെരുപ്പുകളാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴാണെങ്കിൽ എനിക്ക് വാങ്ങണമെന്നൊക്കെ തോന്നും, പക്ഷേ ഞാൻ ഇടൂല. ജസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് ചേരും എന്നൊക്കെ തോന്നും, പക്ഷേ വാങ്ങിച്ചിട്ട് ഞാൻ കൊണ്ടിട്ടിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ഞാനൊരു ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ദിവസം എന്തോ ഇട്ടതാണ്, ഇപ്പോൾ കൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ചേച്ചി പറയുന്ന ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്, നീ ഇടുമെങ്കിൽ വേണം വാങ്ങാനെന്ന്. പിന്നെ ക്ഷീണം തീർക്കാൻ വേണ്ടി ചേച്ചി ഷാർജയും ഞാൻ ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഒരു ക്യാമ്പിന് പോയില്ലേ ഇന്നാൾ, അവിടെ പരിചയപ്പെട്ട ഒരു കുട്ടിയാണ് കേട്ടോ, ആദിത്യ. അവളെ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുമായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. സ്റ്റാൻഡിലെത്തി കുറച്ച് നേരം പോസ്റ്റാക്കി നിൽക്കേണ്ടി വന്നെങ്കിലും കുറച്ച് കഴിഞ്ഞത് ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൈഡ് സീറ്റ് കിട്ടിയ സന്തോഷം എനിക്കും, പിന്നെ ചേച്ചി വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നതിൻ്റെ സന്തോഷം ചേച്ചിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഹാപ്പിയായിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക് യു.